ഗുഡ് ഈവനിങ്. വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസോൺ. അപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ ന്യൂസ് കണ്ടിട്ടുണ്ടാവില്ലേ? അതായത് കേരള പി എസ് സിയിൽ 65 ലക്ഷം ഉദ്യോഗാർത്ഥികളുടെ വിവരങ്ങൾ ചോർന്നു എന്നുള്ള നിലക്ക് എന്താ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ പി എസ് സി അതിലൊരു റിപ്ലൈ തന്നിട്ടുണ്ട്. എന്താണെന്നില്ലായിരുന്നു നോക്കാം. 65 ലക്ഷം ഉദ്യോഗാർത്ഥികളുടെ വിവരങ്ങൾ ചോർന്നു എന്ന വാർത്ത തെറ്റാണ് എന്നുള്ള രീതിയിലാണ് പി എസ് സി പറഞ്ഞേക്കുന്നത്. അതായത് പി എസ് സി രജിസ്റ്റർ ചെയ്ത 65 ലക്ഷം ഉദ്യോഗാർത്ഥികളുടെ പ്രൊഫൈൽ വിവരം ചോർന്നു എന്ന വാർത്ത വാസ്തവവിരുദ്ധവും അനാവശ്യമായ ആശങ്ക ഉണ്ടാക്കുന്നതുമാണ്. വ്യക്തികൾ ഉപയോഗിക്കുന്ന പേഴ്സണൽ കമ്പ്യൂട്ടറിൽ വിവരം ചോർത്തുന്ന ആപ്പുകൾ, അതായത് സ്റ്റീലർ മാൽവെയറുകൾ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതുവഴി വ്യക്തിഗത വിവരങ്ങൾ ചോർത്തി ഇന്റർനെറ്റ് ഡാർക്ക് വെബിൽ ലഭ്യമാക്കാനുള്ള സാധ്യതയുള്ളതിനാൽ പി എസ് സിയിൽ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥിയുടെ പ്രൊഫൈൽ പാസ്വേഡിന് പുറമെ ഒ ടി പി സംവിധാനം കൂടി ഉപയോഗിച്ച് കൂടുതൽ സുരക്ഷിതമാക്കാൻ കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ജൂലൈ 1 തൊട്ട് എന്ത് ചെയ്യും, നിങ്ങൾക്ക് അവിടെ വൺ ടൈം പാസ്വേഡ് വഴി മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ലോഗിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നുള്ളൂ അല്ലെ? അപ്പൊ അത് നിങ്ങൾക്ക് മൊബൈൽ നമ്പറും അതേപോലെ എന്താ പറയണ്ടേ മെയിൽ ഐ ഡിയും വഴിയായിരിക്കും കയറാൻ വേണ്ടി പറ്റുന്നുണ്ടാവുക. ജൂലൈ 1 മുതൽ ഈ ടു ഫാക്ടർ ഓതന്റിഫിക്കേഷൻ സംവിധാനം നിലവിൽ വന്നിട്ടുള്ളതാണ്. വസ്തുത ഇതായിരിക്കെ കേരള പി എസ് സി രജിസ്റ്റർ ചെയ്ത 65 ലക്ഷം ഉദ്യോഗാർത്ഥികളുടെ പ്രൊഫൈൽ വിവരങ്ങൾ ചോർന്നുവെന്ന തരത്തിൽ പ്രചരിക്കുന്ന തെറ്റായ വാർത്തയിൽ ഉദ്യോഗാർത്ഥികൾ ആശങ്കപ്പെടേണ്ടതില്ല. ഓക്കെ. അപ്പൊ ഇതാണ് പി എസ് സിയുടെ സൈഡിൽ നിന്ന് വന്ന ഒരു റിപ്ലൈ എന്നുള്ള രീതിയിൽ കേട്ടോ. ഓക്കെ. അപ്പോ ഉദ്യോഗാർത്ഥികളുടെ വിവരങ്ങളൊന്നും ചോർന്നില്ല എന്നുള്ള രീതിയിലാണ് പി എസ് സി എന്ത് പറഞ്ഞേക്കുന്നത് റിപ്ലൈ ആയിട്ട് തന്നിട്ടുള്ളത്. ഓക്കെ. അപ്പൊ കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ ഈ ഒരു വീഡിയോ നമുക്ക് ഓക്കെ. താങ്ക് യു.